മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പെരുമഴയത്ത് വയനാട്ടിലുണ്ടായി ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് നീട്ടിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. മഞ്ജു വാര്യർ ചിത്രം ഫുട്ടേജിന്റെ റിലീസ് നീട്ടിവെച്ചായിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തെ ആകെ കണ്ണീരാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഉടൻ തന്നെ റിലീസ് ചെയ്യേണ്ടെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 2 നാളെയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദുരിതം വിതച്ച് പെയ്തിറങ്ങിയ മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലും വിറങ്ങലിച്ച് നിൽക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ ഓഗസ്റ്റ് 2 റിലീസ് ചെയ്യുവാൻ നിശ്ചയിച്ചിരുന്ന ഫുട്ടേജ് എന്ന ഞങ്ങളുടെ ചിത്രത്തിന്റെ റിലീസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അണിയറ പ്രവർത്തകരുടെ വാക്കുകൾ. മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി സൈജു ശ്രീധരനായിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. എന്തൊക്കെയാണ് മഞ്ജു വാര്യരുടെ വളരെ നാളുകൾക്ക് ശേഷം പോകുന്ന ചിത്രം എന്ന രീതിയിലും അതോടൊപ്പം മഞ്ജു വാര്യർ നായികയായിട്ട് എത്തുന്ന ചിത്രം എന്ന രീതിയിലും വലിയൊരു പ്രേക്ഷക പിന്തുണ ലഭിച്ച ചിത്രമാണ് ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ. വളരെയധികം സിനിമാ പ്രേമികളാണ് ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടി പ്രതീക്ഷയിലേക്ക് കാത്തിരുന്നിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രം ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ പ്രേമികൾക്ക് ഒരു നിരാശ വാർത്തയാണെങ്കിൽ പോലും കേരളത്തിനൊപ്പം കൂടെ നിൽക്കാനാണ് അതിന്റെ അണിയറ പ്രവർത്തകർ കാണിച്ച അതുകൊണ്ട് നല്ല മനസ്സിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ. എന്തൊക്കെയാണ് അനിശ്ചിതമായ അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസം തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഉടൻ തന്നെ നിങ്ങൾക്ക് കരിയിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ മഞ്ജു വാര്യർ ചിത്രം ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് നീട്ടി വെച്ചതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.